അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഖുർആനിലെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സൂറത്ത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് നടന്ന് കിട്ടുവാനുള്ള ഒരു മാർഗത്തിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള റജബ് 2 ഇന്ന്. റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം കൂടെയാണ് ഇന്ന്. ഇന്നത്തെ ഈ ഒരു പകല് അതിമഹത്തായിട്ടുള്ള ഒന്നാണ്. നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുവോ അത്രയും അല്ലാഹു തആല നമ്മളിലേക്ക് അടുക്കുകയും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് നമുക്ക് നടത്തി തരികയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച പകലിനെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിലുള്ള മറ്റു പല കാര്യങ്ങളെയും നിങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇഹലോകത്തേക്കും പരലോകത്തേക്കും ഉള്ള സന്തോഷകരമായ എല്ലാ കാര്യങ്ങളെയും അല്ലാഹു തആല നിങ്ങൾക്ക് നടത്തി തരികയും ചെയ്യും. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്ന് ജുമുഅയുടെ സമയത്ത് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആല ദുആ സ്വീകരിക്കുന്ന ഒരു സമയമാണ് ജുമുഅയുടെ സമയമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിപ്രധാനമായിട്ടുള്ള മറ്റൊരു സമയമാണ് ഇന്നത്തെ വെള്ളിയാഴ്ചയുടെ അസറിനും മഗ്‌രിബിനും ഇടയ്ക്കുള്ള സമയമെന്ന് പറയുന്നത്. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പടച്ചിട്ടുള്ള സമയമാണ് അസറിൻ്റെയും മഗ്‌രിബിനും ഇടയ്ക്കുള്ള സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സമയത്ത് നിങ്ങൾ ഹാജത്ത് നിറവേറാനുള്ള ഉദ്ദേശത്തോടു കൂടി സൂറത്ത് യാസീനിനെ 3 വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് റബ്ബിനോട് അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് ദുആ ചെയ്യുക. തീർച്ചയായിട്ടും അസറിൻ്റെയും മഗ്‌രിബിനും ഇടയ്ക്ക് വരുന്ന ഈ ഒരു സമയമെന്ന് പറയുന്നത് അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ദുആകൾ പെട്ടെന്ന് കബൂലാക്കുകയും ചെയ്യുന്ന സമയം കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഹാജത്തുണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും എത്ര വലിയ മുറാദ് ഉണ്ടെങ്കിലും അള്ളാഹുവിനോട് നിങ്ങൾ ആ ഒരു സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് സൂറത്ത് യാസീനിനെ 3 വട്ടം നിങ്ങൾ ഓതിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്തു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം അത് എത്രയും നിങ്ങൾ ഒരിക്കലും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അല്ലാഹു തആല നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാവുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നമ്മളെല്ലാവരുടെയും കാര്യങ്ങളും അള്ളാഹ്ക്ക് മാത്രമാണ് അറിയുന്നത്, രഹസ്യവും പരസ്യവും എല്ലാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏത് ആവശ്യവും നിറവേറിക്കിട്ടുവാൻ, നമ്മുടെ ഏത് ഹാജത്തും നിറവേറിക്കിട്ടുവാൻ, നമ്മുടെ എത്ര വലിയ മുറാദുകളും നടന്നു കിട്ടുവാൻ ഇന്നത്തെ അസറിൻ്റെയും മഗ്‌രിബിനും ഇടയ്ക്കുള്ള സമയത്ത് നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഒരു അമൂല്യ സമയമാണ് ഇന്നത്തെ അസറിൻ്റെയും മഗ്‌രിബിനും ഇടയ്ക്കുള്ള സമയം എന്ന് പറയുന്നത്. കാരണം ഇത് അള്ളാഹിൻ്റെ മാസമാണ്. അള്ളാഹിനോട് നമ്മൾ ചോദിക്കേണ്ട ഒരു മാസമാണ്. അള്ളാഹ് നമുക്ക് നൽകുകയും ചെയ്യുന്ന മാസമാണ്. അതുകൊണ്ട് ഇതൊന്ന് നിങ്ങൾ ഇന്ന് ചെയ്തു നോക്കുക. അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും നമുക്ക് നമ്മുടെ എല്ലാ മുറാദുകളെയും പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.